ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ 3 ഫോർമാറ്റിൻ്റെയും ക്യാപ്റ്റൻ. T20-ലായിട്ടില്ല, താമസിക്കാതെ തന്നെ ആവും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ODI ടീമിലേക്ക് തിരിച്ചു വരുന്നു. രവീന്ദ്ര ജഡേജയെ ODI ടീമിൽ നിന്ന് പുറത്താക്കുന്നു. ബുംറയെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിപ്പിക്കുന്നു, ഓസ്ട്രേലിയക്കെതിരെ ODI ടീമിൽ ഇടുന്നില്ല. ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റൻ, എന്തുകൊണ്ട് ക്യാപ്റ്റൻ ആക്കുന്നില്ല? സോ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, വീഡിയോയിലോട്ട് പോവാം. ശുഭ്മൻ ഗിൽ എറ നമ്മൾ കണ്ടു, ടെസ്റ്റ് ചെയ്തു, സക്സസ് ആയ ഒരു എറയാണ്. ഇന്ത്യയുടെ പുതിയ പോസ്റ്റർ ബോയ് BCCIയുടെ. സച്ചിന് ശേഷം വിരാട് കോഹ്ലിക്ക് ശേഷം BCCI കാണുന്ന മറ്റൊരു ക്രൗഡ് പുള്ളർ. സച്ചിനൊപ്പം വിരാട് കോഹ്ലിയുടെ ഒപ്പം ശുഭ്മൻ ഗിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ അവിടെ വരെ എത്തിയിട്ടില്ല. ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ക്യാപ്റ്റനായി കിട്ടിയ അവസരത്തിൽ ഇംഗ്ലണ്ടിൽ പോയി മനോഹരമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഒരു തരക്കേടില്ലാത്തൊരു ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്നു. ബാറ്റ് കൊണ്ട് റൺസ് കണ്ടെത്തുന്നു. ഏകദേശം 750 റൺസോളം ഇംഗ്ലണ്ടിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോയി കണ്ടെത്തുന്നു. BCCക്ക് അല്പം കൂടി വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ശുഭ്മൻ ഗിൽ വന്നത്. രോഹിത് ശർമ്മ വഹിച്ചുകൊണ്ടിരുന്ന, വിരാട് കോഹ്ലി വഹിച്ചുകൊണ്ടിരുന്ന ODI ക്യാപ്റ്റൻ എന്ന പദം ശുഭ്മൻ ഗില്ലിനെ തേടി വന്നിരിക്കുകയാണ്. ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. 2022, 2023 നോക്കുകയാണെങ്കിൽ ശുഭ്മൻ ഗില്ലിൻ്റെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ODI ക്രിക്കറ്റിലുള്ളത്. പക്ഷേ ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു പ്രശ്നം ICC ഇവന്റുകളിൽ അല്ലെങ്കിൽ ഫൈനൽ മത്സരത്തിൽ കാലിടുന്ന ഒരു ശുഭ്മൻ ഗില്ലിനെ നമ്മൾ കണ്ടത്. വിരാട് കോഹ്ലി ആക്കാനും സച്ചിൻ ടെണ്ടുൽക്കർ ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിരാട് കോഹ്ലി നിർണായകമായൊരു മത്സരത്തിൽ ഒരു ചേസ് മാസ്റ്ററായിട്ട് മാറും, ഇന്ത്യയുടെ രക്ഷകനായിട്ട് മാറും, ഇന്ത്യയെ വിജയിപ്പിച്ചിട്ട് കയറി വരും. നമ്മൾ മിക്കോളം മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്, എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് മത്സരങ്ങൾ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ശുഭ്മൻ ഗില്ലിനെ എടുത്ത് നോക്കുവാണെങ്കിൽ 2023 വേൾഡ് കപ്പോ WTC ഫൈനലോ അങ്ങോട്ടൊന്നും പോകണ്ട. ഇപ്പം നടന്ന T20 ഏഷ്യ കപ്പിൽ പരിശോധിക്കുകയാണെങ്കിൽ ഫൈനലിൽ നിർണായകമായ ഒരു മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഒരു കാരണവശാലും നമ്മൾ തോക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ അവിടെ റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ല. ബാക്കിയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ശുഭ്മൻ ഗിൽ എന്നൊരു ക്യാപ്റ്റൻ കുഴപ്പമില്ല, ഒരു പുതിയ ക്യാപ്റ്റനാണ്. 2027 വേൾഡ് കപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് ശുഭ്മൻ ഗില്ലിലോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ശുഭ്മൻ ഗിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ടീമിനെ വിജയിപ്പിക്കുക. അതും കൂടെ ചെയ്യാൻ കഴിയുവാണെങ്കിൽ, വിരാട് കോഹ്ലി ചെയ്ത ആ റോളൊക്കെ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ശുഭ്മൻ ഗില്ലിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ. പിന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ODI ടീമിലേക്ക് തിരിച്ചു വരുന്നു. എത്ര നാൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ ഉറപ്പില്ല. അജിത് കാക്കറിൻ്റെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ അജിത് കാക്കർ പറയുന്നത് ഞങ്ങൾ അവരോട് സംസാരിച്ചു, എന്താണ് പ്ലാൻ 2027. അവർ പറയുന്നത് ഞങ്ങൾ 2027 കുറിച്ച് ഇപ്പം ഞങ്ങൾ മുമ്പിലൊന്നും കാണുന്നില്ല, ഞങ്ങളുടെ മുമ്പിലുള്ളത് വരുന്ന സീരീസുകളാണ്. നോക്കുവാണെങ്കിൽ ഒരുപാട് ODI ഇന്ത്യ കളിക്കുന്നുമില്ല. ടെസ്റ്റും T20 ആണ് ഇന്ത്യ ഒരുപാട് കളിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം T20 റിട്ടയർ ആയി, ടെസ്റ്റിൽ നിന്ന് റിട്ടയർ ആയി. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ ഇവർ വലുതായിട്ട് കളിക്കുന്നില്ല. സോ ODI ക്രിക്കറ്റിൽ മാത്രമാണ് ഉള്ളത്. സോ ഇവരുടെ ഫോമിനനുസരിച്ചിരിക്കും ഇവരുടെ ഒരു ഫ്യൂച്ചർ. മേ ബി അവരുടെ ഒരു ഫെയർവെല്ലായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. പല റിപ്പോർട്ടുകൾ വരുന്നത് എങ്ങനെയാണ്, മേ ബി ഒരു അവസാനത്തെ മത്സരമായിട്ട് മാറാം രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും. രോഹിത് ശർമ്മയുടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 39 വയസ്സായിട്ടുണ്ട്. വിരാട് കോഹ്ലി നോക്കുവാണെങ്കിൽ ഏകദേശം 37 വയസ്സായിട്ടുണ്ട്. സോ രോഹിത് ശർമ്മ പടിയിറങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വിരാട് കോഹ്ലി ഈ ടീമിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുമെന്ന് അറിയില്ല. സോ നമുക്കറിയില്ല എത്ര നാൾ ഇവരെ കാണാൻ കഴിയുമെന്നുള്ളത്. അവരുള്ളിടത്തോളം അവരൊരു നല്ലൊരു പെർഫോമൻസ് കാണാൻ നമുക്ക് കഴിയട്ടെ. പിന്നെ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ 2018, 2023 ഏഷ്യ കപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്ത ക്യാപ്റ്റൻ, 2024 T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്ന ക്യാപ്റ്റൻ, 2025 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്ന ക്യാപ്റ്റൻ. ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം മാത്രം നോക്കിയാൽ മതി, ഏകദേശം 77 റൺസോളം എടുത്തു. ഒരു നിർണായകമായൊരു സ്കോറായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 15-20 ഓവറൊക്കെ കഴിയുമ്പോഴത്തേന് പിച്ച് വളരെ സ്ലോ ആയിരുന്നു, വരുന്നവർക്കൊന്നും സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ രോഹിത് ശർമ്മയുടെ ഒരു 70+ റൺസ് വളരെ നിർണായകമായിരുന്നു. സോ നല്ലൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ്. ബെസ്റ്റ് ഫോർ ദ വൈറ്റ് ബോൾ ക്രിക്കറ്റ്, ഒരു രക്ഷയില്ലാത്ത ഒരു പ്ലെയറാണ്. ഏറ്റവും നല്ല പുൾ ഷോട്ട് പരിശോധിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ പുൾ ഷോട്ടും റിക്കി പോണ്ടിങ്ങിൻ്റെ പുൾ ഷോട്ടും പലരും എടുത്തു പറയുന്ന ഷോട്ടുകളാണ്. സോ നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ച പ്രകടനങ്ങൾ മറക്കാൻ കഴിയത്തില്ല ഇന്ത്യൻ ടീമിന്. മേ ബി രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു ലക്കിയസ്റ്റ് ക്യാപ്റ്റൻ ഉണ്ടായതുകൊണ്ടായിരിക്കും 2024 2025 നമുക്ക് നേടാൻ കഴിഞ്ഞത്. നമുക്ക് ഒരുപാട് ക്യാപ്റ്റന്മാരുണ്ടായിട്ടുണ്ട്, പക്ഷേ പലർക്കും നേടാൻ കഴിയാതെ പോയത്, വിരാട് കോഹ്ലിക്ക് നേടാൻ കഴിയാതെ പോയത് രോഹിത് ശർമ്മയ്ക്ക് നേടാൻ കഴിഞ്ഞു. MS ധോണിയെ കൂട്ട് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. സോ ഇന്ത്യൻ ടീം ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് 2027 കണ്ടുകൊണ്ട് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റനെ മാറ്റി നിർത്തി ജസ്റ്റ് ഒരു പ്ലെയർ ആയിട്ട് ഇനി രോഹിത് ശർമ്മ ടീമിൻ്റെ ഒപ്പം കാണും. ODI സ്കോഡ് നോക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ODI സ്കോഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ആസ്ട്രേലിയയെ പരാജയപ്പെടുത്തുമെന്ന് വെച്ചാൽ വലിയൊരു ടാസ്കുള്ള പരിപാടിയല്ല. സൗത്ത് ആഫ്രിക്ക ആസ്ട്രേലിയ പോയി പരാജയപ്പെടുത്തി, പാകിസ്ഥാൻ ആസ്ട്രേലിയ പോയി പരാജയപ്പെടുത്തി ODI. സോ നോക്കുവാണെങ്കിൽ വലിയൊരു മൈറ്റി ആസ്ട്രേലിയ ഒന്നും അല്ല. നോക്കുവാണെങ്കിൽ സ്കോഡ് ഒരു ഭേദപ്പെട്ട ഒരു സ്കോഡ് തന്നെയാണ്. എന്നാൽ രവീന്ദ്ര ജഡേജയ്ക്ക് ഈ സ്കോഡിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. 36 വയസ്സുള്ള രവീന്ദ്ര ജഡേജ ഈ ടീമിൻ്റെ ഭാഗമല്ല. അപ്പോൾ നോക്കുവാണെങ്കിൽ 2 സീരീസിലായിട്ട് ടെസ്റ്റിൽ 7 ഹാഫ് സെഞ്ചുറി എടുത്തത്, 2 സെഞ്ചുറി എടുത്തു. ഇന്നത്തെ ടെസ്റ്റ് മത്സരം നോക്കുവാണെങ്കിൽ മാൻ ഓഫ് ദി മാച്ചാണ്. 100 എടുക്കുന്നു, 4 വിക്കറ്റ് വന്ന് എടുക്കുന്നു. സോ നല്ലൊരു പ്ലെയർ ആണ്. പക്ഷേ ODI വേൾഡ് കപ്പ് നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. അധികം സ്പിന്നർമാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. ഇപ്പം ദുബായ് പോലെയോ
അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യം പോലെ അധികം സ്പിന്നർമാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. മേ ബി ഇത് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഉള്ള ഒരു സൂചനയായിരിക്കും ഒരു ഏജ് വെച്ചിട്ട്. രവീന്ദ്ര ജഡേജ ടീമിന്റെ ഭാഗമാകുന്നില്ല. സുന്ദറിനെയും അക്ഷർ പട്ടേലിനെയും ടീമിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ODIയും T20 കളിക്കും. പിന്നെ നോക്കേണ്ട ശ്രേയസ് അയ്യറിനെ വൈസ് ക്യാപ്റ്റനാക്കി. വൈസ് ക്യാപ്റ്റനെക്കാട്ടി എന്തുകൊണ്ടും ക്യാപ്റ്റൻ ആവാൻ പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് ശ്രേയസ് അയ്യർ. ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ODIയിൽ ഏകദേശം 50 റൺസിന്റെ ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനകത്ത് കാണിച്ച ഒരു പ്രകടനം തന്നെ നമുക്കറിയാം. ഈസ് എ ബെസ്റ്റ് പ്ലെയർ. കൊൽക്കത്തയെ കപ്പടിപ്പിച്ച പ്ലെയറാണ്. ഇപ്രാവശ്യം പഞ്ചാബിനെ ഫൈനൽ വരെ എത്തിച്ച ഒരു പ്ലെയറാണ്. എന്തുകൊണ്ടും ഗില്ലിന് നല്ലത് തന്നെയാണ് ശ്രേയസ് അയ്യറിന്റെ ഒരു എക്സ്പീരിയൻസ് വൈസ് ക്യാപ്റ്റനായിട്ട് ടീമിൽ തുടരുന്നത്. ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചോളം ശുഭ്മൻ ഗില്ലിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ശ്രേയസ് അയ്യറിന്റെ ഒരു പ്രസൻസ്. പിന്നെ ബുംറ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുന്നു, ഏഷ്യ കപ്പിൽ കളിപ്പിക്കുന്നു. എന്തിനാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിപ്പിച്ചത് എന്ന ഒരു പിടിയില്ല. നിതീഷ് കുമാറിനെ കൂട്ടുള്ള ബോളർമാർ മതി ആ ഒരു സീരീസ് വിജയിക്കാൻ വേണ്ടി. ബുംറ അവിടെ കളിപ്പിക്കുന്നു, ഏഷ്യ കപ്പിൽ കൊണ്ട് കളിപ്പിക്കുന്നു. ഏഷ്യ കപ്പിൽ എന്തിനാണ് ബുംറ ടീമിൽ ഉണ്ടായിരുന്നതെന്ന് ഒരു പിടിയില്ല. തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് തന്നെ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങി ബുംറ. നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത് കളിക്കുമായിരുന്നു. ആ ഒരു ബെസ്റ്റ് ഫോമിലല്ലായിരുന്നു ബുംറയ്ക്ക് ഏഷ്യ കപ്പും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം റെസ്റ്റ് കൊടുത്തിട്ട് ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന ODI ടീമിന്റെ ഭാഗമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ബുംറയ്ക്ക് പറ്റിയ ഒരു കണ്ടീഷനാണ്, ഫാസ്റ്റ് ബോളർമാർക്ക് പറ്റിയ ഒരു കണ്ടീഷനാണ് ഓസ്ട്രേലിയ. പേസും ബൗൺസും കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു വർക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് എന്താണ് ബുംറയ്ക്കെതിരെ കാണിക്കുന്നതെന്ന് ബുംറയ്ക്ക് തന്നെ മനസ്സിലാവും. 2 സീരീസിലും റെസ്റ്റ് കൊടുത്തിട്ട് ODIക്കകത്ത് വേണ്ടിയിരുന്നു ബുംറ. T20കകത്ത് ഇട്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ODIക്കകത്ത് ബുംറ വേണമായിരുന്നു. പിന്നെ ഹാർദിക് പാണ്ഡ്യ ടീമിന്റെ ഭാഗമല്ല, 2 സ്കോഡിലും ഇല്ല. ഇഞ്ചുറിയാണ് കാരണം. ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെന്റ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ടീമിൽ എൻ്റെ അഭിപ്രായത്തിൽ ആരുമില്ല. ഹാർദിക് പാണ്ഡ്യ ബോളിങ്ങിൽ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് തന്നെയാണ് T20യിൽ 8 വരെ ഇന്ത്യക്ക് ബാറ്റിംഗ് ഇടാൻ സഹായിച്ചത്. ഹാർദിക് പാണ്ഡ്യ ഒന്ന് മനോഹരമായിട്ട് 4 ഓവർ എറിയും. ഇനി ഒരു സെക്കൻഡ് ഫാസ്റ്റ് ബോളറെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല ടീമിന്. സോ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തത് എന്തുകൊണ്ടും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ലൈക്ക് ടു ലൈക്ക് നിതീഷ് കുമാർ റെഡ്ഡിയോ അക്ഷറോ ശിവൻ ഡുബെയോ സുന്ദറോ ഒന്നും ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തത് ODIയിലാണെങ്കിലും T20യിലാണെങ്കിലും ഇന്ത്യക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. പിന്നെ ഓവറോൾ ടീം പരിശോധിക്കുകയാണെങ്കിൽ ODIയിൽ നല്ലൊരു ടീമിനെ തന്നെയാണ് ഇന്ത്യ ഇട്ടിരിക്കുന്നത്. ഫാസ്റ്റ് ബോളർമാർക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ബോളറിനെ തുടയ്ക്കുന്ന ഒരു പിച്ചിൽ സിറാജ് ഉണ്ട്, പ്രശുദ്ധ് കൃഷ്ണയുണ്ട്, അക്ഷിത് റാണയുണ്ട്, അർഷ്ദീപ് സിംഗ് ഉണ്ട്. സോ നോക്കുവാണെങ്കിൽ ഓവറോൾ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. ODI ആണെങ്കിലും T20 ആണെങ്കിലും ഇന്ത്യക്ക് സീരീസ് നേടാൻ കഴിയുന്ന ഒരു ടീമിനെ തന്നെയാണ് ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത്. സോ എല്ലാവിധ ആശംസകളും ടീം ഇന്ത്യക്ക്.